5 വർഷമേ വീടുണ്ടാക്കിയിട്ടായിട്ടുള്ളൂ. ഇത് കണ്ടോ, നല്ല രീതിയിൽ ക്രാക്സ് ഉണ്ട്. എല്ലാ ഏരിയയിലും നല്ല രീതിയിൽ ക്രാക്സ് ഫോം ചെയ്തിട്ടുണ്ട്. പല ആൾക്കാരുടെ ഒരു ഡൗട്ടാണ്, ഈ ടെറസിന്റെ മുകളിൽ വാട്ടർ പ്രൂഫിങ് ചെയ്യുമ്പോൾ ഈ പാരപ്പറ്റിൽ കയറ്റി ചെയ്യുന്നത് ഒരു അഡീഷണൽ എക്സ്പെൻസ് ആയിട്ട് വരാറുണ്ട്. അപ്പോൾ അത് വെറുതെ ചെയ്യുന്നതാണോ, എന്താണ് അതിൻ്റെ ഒരു ടെക്നിക്കാലിറ്റി എന്ന് ചോദിക്കാറുണ്ട്. ഇപ്പോൾ ഈ ഒരു വീട്ടിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 5 വർഷമേ വീടുണ്ടാക്കിയിട്ടായിട്ടുള്ളൂ. ഇത് കണ്ടോ, നല്ല രീതിയിൽ ക്രാക്സ് ഉണ്ട്. എല്ലാ ഏരിയയിലും വൈഡ് ഏരിയ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ ഏരിയയിലും നല്ല രീതിയിൽ ക്രാക്സ് ഫോം ചെയ്തിട്ടുണ്ട്. മഴ പെയ്യുന്ന സമയത്ത് നമ്മളിപ്പോൾ ഈവൻ ഫ്ലോർ മാത്രമാണ് വാട്ടർ പ്രൂഫ് ചെയ്തെന്നുള്ളത് നമ്മളൊന്ന് സങ്കല്പിക്കുകയാണെന്നുണ്ടെങ്കിൽ മഴ പെയ്യുമ്പോൾ ഈ ക്രാക്കിലൂടെയൊക്കെ നല്ല രീതിയിൽ വാട്ടർ അബ്സോർപ്ഷൻ ഉണ്ടാവും. ഇത് നേരെ അബ്സോർബ് ചെയ്ത് ഈ പാരപ്പറ്റും അത് അബ്സോർബ് ചെയ്ത് നേരെ ആ സാധനം വരുന്നത് നമ്മളുടെ ടെറസിൻ്റെ മുകളിലേക്കാണ് അതിൻ്റെ കണക്ഷൻ കിട്ടുക. അപ്പോൾ ഡ്രൈ ആയിരിക്കുന്ന ടെറസ് എന്ത് ചെയ്യും, ഈ വെള്ളത്തിനെ പെട്ടെന്ന് അബ്സോർബ് ചെയ്യും. അത് വീണ്ടും ലീക്കേജ് ഉണ്ടാക്കാനുള്ള ഒരു കാരണമാവും. പിന്നെ അത് മാത്രമല്ല, താഴെ ചെയ്ത കോട്ടിങ്ങിന് അത് മേ ബി കംപ്ലൈൻറ്റ് വരുത്താനും ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പാരപ്പറ്റും കൂടി ടെറസ് വാട്ടർ പ്രൂഫിങ് ചെയ്യുമ്പോൾ അതും കൂടി ഇൻക്ലൂഡ് ചെയ്ത് ചെയ്യണം എന്ന് പറയുന്നത്.